Hello, a very warm welcome. Calicut University ഫസ്റ്റ് സെം BCom BBA ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. BCom BBA ഫസ്റ്റ് സെം ടെക്സ്റ്റിൻ്റെ പേര് ഗദ്യഗഗൻ. കോഴ്സ് ടൈറ്റിൽ പ്രോസ് ഫോംസ് ഇൻ ഹിന്ദി ലിറ്ററേച്ചർ. കോഴ്സ് കോഡ് HIN 1A072. കോഴ്സ് ടൈറ്റിൽ പോലെ തന്നെ ടെക്സ്റ്റിൽ ഡിഫറെൻറ്റ് പ്രോസ് ഫോംസ് ആണ് നിങ്ങൾ പഠിച്ചത്. അത് എടുത്ത് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിലുടനീളം ഓരോ ചാപ്റ്ററും ഏത് വിധയാണ് എന്ന ഒരു ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഫസ്റ്റ് ചാപ്റ്റർ ഗംഗാമയ്യ ഒരു എസ്സേ ആയിരുന്നു. ഒരു എസ്സേ ആണ്, നിബന്ധ്. ഋഷികേശ് മുഖർജി കെ സാത്ത് ഢായി ദിൻ ഒരു ഓർമ്മക്കുറിപ്പാണ്, അല്ലെങ്കിൽ ഹിന്ദിയിൽ അതിനെ സംസ്മരൺ എന്ന് പറയും. ബിഗഡേൽ ബച്ചെ മനീഷ കുൽശ്രേഷ്ഠ എഴുതിയൊരു കഹാനിയാണ്. സ്ത്രീ ജോ एक त्वचा है സുധീഷ് പച്ചോരി എഴുതിയൊരു വ്യംഗ്യമാണ്. റസിയ രാംവൃഷ ബെനിപുരി എഴുതിയൊരു രേഖാചിത്ര. ഡോമിൻ കാക്കി ചിത്ര മുദ്ഗുൾ എഴുതിയൊരു ലഘു കഥയാണ്, ഒരു ഷോർട്ട് സ്റ്റോറി. ഈ ടെക്സ്റ്റിലെ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിൻ്റെ ഹോം പേജിൽ പോയി പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ എല്ലാ പ്ലേലിസ്റ്റും വിസിബിൾ ആകും. നോക്കൂ, ഹോം പേജ് ഇതാണ്. ഇതിൽ പോയി നിങ്ങൾ ഈ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്ലേലിസ്റ്റിൻ്റെ പേര് ഗദ്യഗഗൻ ഫസ്റ്റ് സെം BCom BBA കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നതാണ് നിങ്ങളുടെ പ്ലേലിസ്റ്റിൻ്റെ പേര്. ഇതിൽ ഓൾമോസ്റ്റ് 25 വീഡിയോസ് അപ്ലോഡഡ് ആണ്. ഈ വീഡിയോ കൂടെ ഉൾപ്പെടുമ്പം 26 മാറും. മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഇന്ന് നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അതിൻ്റെ സിലബസ്, നിങ്ങളുടെ സിലബസിന് ഒപ്പം തന്നെ തന്നിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതായിരിക്കും ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. പിന്നീട് നിങ്ങളുടെ സീനിയേഴ്സ് 2019 എഴുതിയ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ, 2019 ഈ സിലബസ് റിവിഷൻ നടന്നത്. അവരാണ് ഫസ്റ്റ് ബാച്ച് ഈ ഒരു പാറ്റേൺ, ഈ ഒരു സിലബസിനെ ബേസ് ചെയ്ത് എക്സാം എഴുതിയത്. അപ്പോൾ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. 2.5 മണിക്കൂറിൻ്റെ എക്സാമാണ്. മാക്സിമം മാർക്സ് 80 മാർക്സ് ആണ്. പാർട്ട് എയിൽ 15 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം. പക്ഷേ എന്ന് വെച്ച് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തതെന്നും വെച്ച് 30 മാർക്ക് കിട്ടില്ല. അതിനൊരു ക്യാപ്പിംഗ് ഉണ്ട്. അതാണ് എക്സാം പാറ്റേൺ. മാക്സിമം യു ക്യാൻ സ്കോർ 25 മാർക്സ് ഈവൺ ഇഫ് യു അറ്റൻഡ് 15 ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ 15 ക്വസ്റ്റ്യൻ ആണ്, ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കാണ് എന്ന് വെച്ച് 30 കിട്ടില്ല, 25ആണ്. നമുക്ക് ഓരോ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് പോകാം. അതായിരിക്കും നിങ്ങൾക്ക് ഒരു ക്വിക്ക് റിവിഷൻ കൂടിയാകും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗംഗാമയ്യ ചാപ്റ്ററിൽ നിന്നാണ്. ഗംഗാമയ്യ കിസ്കി രചന ഹെ ഓർ കിസ് വിധാ കി രചന ഹെ. ഗംഗാമയ്യ ആരാണ് എഴുതിയത്? കാക്ക കാലേൽക്കർ. നമുക്ക് കുറച്ചുകൂടെ ഭേദമായിട്ട് എഴുതാം. ഭാരത് രത്ന അവാർഡ് വിജേത കാക്ക കാലേൽക്കർ ജിനെ ഗംഗാമയ്യ നിബന്ധ് കി രചന കി. അല്ലെങ്കിൽ സാഹിത്യ അക്കാദമി വിന്നർ കാക്ക കാലേൽക്കർ, അല്ലെങ്കിൽ ഗാന്ധിവാദി കാക്ക കാലേൽക്കർ നെ ഗംഗാമയ്യ നിബന്ധ് കി രചന കി. അത് കിസ് വിധാ കി രചന ഹെ. വിധ എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് ഫോം ഓഫ് ലിറ്ററേച്ചറാണ്. അല്ലെങ്കിൽ ലിറ്ററേച്ചറിന് ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. സ്റ്റോറി ഉണ്ട്, 1 ആക്ട് പ്ലേ, ഡ്രാമ, നോവൽ, ആത്മകഥ, പിന്നെ ജീവനി, ബയോഗ്രഫി, അങ്ങനെ പല വിധകളുണ്ട്. അപ്പോൾ ഇത് ഏത് വിധയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് ലളിത് നിബന്ധാണ്. അല്ലെങ്കിൽ നിബന്ധ് എന്ന് മാത്രം എഴുതിയാലും ഓക്കെയാണ്. പാർട്ട് എയിൽ തന്നെ ഗംഗാമയ്യ നിബന്ധിനെ ബേസ് ചെയ്ത് 9th ക്വസ്റ്റ്യൻ ഉണ്ട്. ഗംഗാ കാ മഹത്വ ക്യാ ഹെ. ആ നിബന്ധിലുടനീളം ഗംഗയുടെ മഹത്വമാണ് പറയുന്നത്. എടുത്തു പറയുന്നത് അത് ഭീഷ്മ പിതാമ പോലെ ഉള്ളൊരു ബ്രഹ്മചര്യ, ഒരു ജ്ഞാനി, തത്വജ്ഞാനിയുടെ അമ്മ എന്ന നിലയ്ക്കാണ് ഗംഗയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ്. അത് മാത്രമല്ല, ഗംഗാമയ്യ ആര്യജാതി കി മാതാ ഹെ. ആര്യോं के बड़े बड़े साम्राज्य इसी നദി കെ തട്ട് പർ സ്ഥാപിത് ഹുവേ ഹെ. അങ്ങനെ ഗംഗയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. വേറെയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയത് കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം എഴുതിയാൽ മതിയാകും. പാർട്ട് എയിൽ തന്നെ 1 more ക്വസ്റ്റ്യൻ ഗംഗാമയ്യ നിബന്ധിനെ ബേസ് ചെയ്തുണ്ട്. 14th വൺ.
കാക്ക കാലേൽക്കർ की മുഖ്യ രചനാएं. അപ്പോൾ ഇതൊരു നമ്മളൊരു സൂചനയായിട്ട് എടുത്താൽ ഈ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഓതേഴ്സിൻ്റെ മുഖ്യ രചനകൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ പാർട്ട് എ സെക്ഷനിൽ 2 മാർക്ക് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഈ നിങ്ങളുടെ എല്ലാ ഓതേഴ്സിൻ്റെയും അത്യാവശ്യം കുറച്ച് സാഹിത്യിക് രചനകൾ ഓർത്തിരിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ഇവിടെ എല്ലാ ചാപ്റ്റേഴ്സിനെയും ഫ്രണ്ടിൽ തന്നെ അത് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ കാക്ക കാലേൽക്കറിൻ്റെത് ഗുജറാത്തി, ഹിന്ദി, മറാഠി 3 ലാംഗ്വേജസിൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യിക രചനകളുണ്ടായിരുന്നു. അതിൽ ഹിന്ദിയെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കണം, അത് ഓർക്കാനും എളുപ്പമുണ്ട്. മഹാത്മാഗാന്ധി കാ സ്വദേശി ധർമ്മ, അത് ഒരു രചനയാണ്. അപ്പോൾ മഹാത്മാഗാന്ധിയായിട്ട് വളരെ അടുത്തിടപഴകിയ ഒരു വ്യക്തിയാണ് കാക്ക കാലേൽക്കർ. അതുകൊണ്ട് തന്നെ ആ രചന ഓർത്തിരിക്കാൻ എളുപ്പമാണ്, മഹാത്മാഗാന്ധി കാ സ്വദേശി ധർമ്മ. പിന്നെ രാഷ്ട്രീയ ശിക്ഷാ കാ ആദർശ്, ഇദ്ദേഹം ഒരു ശിക്ഷാ ശാസ്ത്രിയും കൂടെ ആയിരുന്നു. ഒരു എഡ്യൂക്കേഷൻ സംബന്ധമായ കാര്യങ്ങളെ പറ്റി എഴുതിയതാണ് രാഷ്ട്രീയ ശിക്ഷാ കാ ആദർശ്. പാർട്ട് ബിയിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഗംഗാക്കോ മയ്യ ക്യോ കഹത്തെ ഹെ, അതാണ് ക്വസ്റ്റ്യൻ. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കണം. പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം 2 മാർക്സ് ആണ്, ഇത് 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത്യാവശ്യം കൂടുതൽ എഴുതേണ്ടിയിരിക്കുന്നു. ഗംഗാക്കോ മയ്യ ക്യോ കഹത്തെ ഹെ, അപ്പോൾ ആ നിബന്ധത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഗംഗ മാത്രമല്ല, എല്ലാ നദികളെ പറ്റി അദ്ദേഹം പറയുന്നത് എന്താണ്, നദിക്കോ യദി കോയി ഉപമാ ശോഭ ദേത്തി ഹെ തോ വഹ മാതാ കി ഹി. നദിയെ എന്തെങ്കിലും നമ്മളൊരു ഉപമിക്കുകയാണെങ്കിൽ, നദിയെ എന്തിനേലും കൊണ്ട് ഉപമിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ അമ്മയായിട്ട് ഉപമിക്കുന്നതായിരിക്കും. ക്യോंकि നദി കെ കിനാരെ पर रहने से अकाल का डर रहता नहीं है. നദിയുടെ അടുത്ത് തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ഒരു ഫാമിൻ വരുമെന്നോ ഉണക്ക് വരുമ്പം വിഷമിക്കേണ്ട കാര്യമില്ല. മഴ ചതിച്ചാലും മഴ പെയ്തില്ലെങ്കിലും അവർക്ക് നദിയിൽ നിന്ന് അവരുടെ കൃഷിക്കുള്ള വെള്ളം കിട്ടും. അപ്പോൾ എങ്ങനെ ഒരു അമ്മ കുട്ടികളെ പരിപാലിക്കുന്നു, അതേ കരുതലോടെയാണ് ഒരു നദി നമ്മളെ പരിപോഷിക്കുന്നത്. അതാണ് ഇവിടെ നദിക്കൊരു ഉപമ കൊടുക്കുകയാണെങ്കിൽ അത് മയ്യ, ഗംഗാക്കോ മയ്യ കഹാ ജാ സക്താ ഹെ. അതുമാത്രമല്ല, നദി കാ കിനാര യാനി ശുദ്ധ ഓർ ശീതൽ ഹവ, നല്ല ഫ്രഷ് എയർ, നല്ല ശീതൽ ഹവ, അത് നദിയുടെ അടുത്ത് പോയി നിന്നാൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യാം. ഇത്രയും കോമൺ ആയിട്ട് നദിയെ പറ്റി പറഞ്ഞിട്ട് ഗംഗാ മയ്യാനെ എന്തുകൊണ്ട് നമ്മുടെ മാതായിട്ട് കൺസിഡർ ചെയ്യുന്നതിനെ പറ്റി അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഗംഗാ മയ്യ തോ ആര്യജാതി കി മാതാ ഹെ. കാരണം നമ്മുടെ ഇവിടെ ഗംഗാമയ്യയുടെ തീരങ്ങളിലാണ് ആര്യ ജാതി വന്ന് സെറ്റിലാകുകയും ഇവിടെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തത്. അതിൽ തന്നെ കുരുവംശ, പാഞ്ചാൽ വംശ അവരെല്ലാവരും മറ്റ് കമ്മ്യൂണിറ്റീസായിട്ട് കൂടുതൽ ഇടപഴകിയത് എല്ലാം ഈ ഗംഗയുടെ മടിത്തട്ടിലാണ്. അതുകൊണ്ട് തന്നെ ആര്യജാതിക്ക് ഇവിടെ ഒരു വസിക്കാൻ ഉള്ള ഒരു മടിത്തട്ടായിട്ടാണ് ഗംഗയെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആര്യജാതിക്ക് മാതാ ഹെ ഗംഗ. മൂവിങ് ഓൺ ടു പാർട്ട് സി, 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 10 മാർക്ക് ക്വസ്റ്റ്യൻ മീൻസ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത്യാവശ്യം 2 or 3 പേജ് എഴുതേണ്ടി വരും. വളരെ വിശദമായിട്ട് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ക്വസ്റ്റ്യൻ 25 ഗംഗാ മയ്യ ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആണ്. ഗംഗാ മയ്യ കാ സംക്ഷിപ്ത് വർണ്ണൻ. അപ്പോൾ ഈ ഹോൾ എസ്സേ ഒരു ഷോർട്ട് എസ്സേ ആണ്, ചെറിയൊരു എസ്സേ ആണ്. അതിൽ ഗംഗാ മയ്യ കാ സംക്ഷിപ്ത് വർണ്ണൻ, നിങ്ങൾ ആ ഗംഗാ മയ്യാനെ എഴുത്തുകാരൻ വർണ്ണിച്ചിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ വർണ്ണിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ കാണാം. ആ എസ്സേയിൽ ഗംഗയുടെ പല ഭാവങ്ങൾ, രൂപങ്ങളാണ് എഴുത്തുകാരൻ കാക്ക കാലേൽക്കർ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊരു ആൻസർ ഒരു എസ്സേ എഴുതുമ്പോഴും യു ഹാവ് ടു മെൻഷൻ ദാറ്റ് ഓതർ. അദ്ദേഹത്തിൻ്റെ കുറച്ച് സാഹിത്യിക രചനകളും കൂടെ മെൻഷൻ ചെയ്താൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഇവിടെ ഗംഗനെ പറ്റി വളരെ മനോഹരമായിട്ട് ആദ്യം അമ്മയെ പോലെ ഉപമിച്ചിട്ട് ഇതുവരെ പറയുന്നുണ്ട്, നദി ഈശ്വർ നഹി ഹെ ബൽക്കി ഈശ്വർ കാ സ്മരൺ കരാനെ വാല ദേവതാ ഹെ. ദേവനെ പോലെ ഈശ്വരനെ ഓർമ്മിപ്പിക്കുന്ന ഒരു അമ്മയാണ് നദി. അതിൽ തന്നെ ഗംഗാ നദി ആര്യജാതിക്ക്, ആര്യവംശജർക്ക് ഇവിടെ വസിക്കാനുള്ള ഒരു മടിത്തട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗംഗ എല്ലാവരുടെയും അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ വളരെ വിശദമായിട്ട് ഗംഗയുടെ ഓരോ ഭാവങ്ങൾ പറയുന്നുണ്ട്. ഗംഗോത്രിയുടെ അടുത്ത്, ഗംഗോത്രി ഗ്ലേഷ്യേഴ്സ് നമുക്കറിയാം ഹിമാലയത്തിൽ ഗംഗയുടെ ഒറിജിൻ ഉള്ള സ്ഥലമാണ്. ഞാൻ ആ വീഡിയോസിൽ ആ പിക്ചേഴ്സ് സഹിതം വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം ഗംഗോത്രിക്ക് പാസേ വരുന്ന ഗംഗ
ഒരു കന്യാരൂപത്തിലാണ്, ഒരു പ്ലേഫുൾ മൂഡിലാണ്. അത് കഴിഞ്ഞിട്ട് ഉത്തർകാശിയിൽ വലിയ വലിയ വൃക്ഷങ്ങൾ, ചീട് ദേവദാർ വൃക്ഷങ്ങളുടെ ഇടയ്ക്കൂടെ ഒഴുകി വരുന്ന ഗംഗ ഒരു മുഗ്ധാരൂപത്തിലാണ്, ഒരു നാണമുള്ള ഒരു നായികയെ പോലെയാണ് വരുന്നത്. പിന്നീട് ദേവപ്രയാഗിലെ മലനിരകളിൽ അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഇടുങ്ങിയ വഴിയിലൂടെ ഒഴുകി വരുന്ന ഗംഗ എത്തുമ്പോഴത്തേക്കിന് സ്വച്ഛന്തമായിട്ട് വിഹരിക്കുന്നു. അങ്ങനെ ഗംഗയുടെ പല രൂപങ്ങളാണ് ഇതിൽ റൈറ്റർ വർണ്ണിച്ചിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഹരേ ക സൗന്ദര്യ അലഗ്, ഹരേ ക ഭാവ് അലഗ്, ഹരേ ക വാതാവരൺ അലഗ്, ഹരേ ക മാഹാത്മ്യ അലഗ്. അപ്പോൾ ഗംഗ ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഒഴുകുമ്പം ഓരോന്നിനും ഓരോ ഭംഗിയും ഓരോ രീതിയിലാണ് ഗംഗ ഒഴുകുന്നത്. ഇതൊക്കെയാണ് ഗംഗയെ പറ്റി വർണ്ണിച്ചിരിക്കുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, പ്രയാഗിന് ശേഷം ഗംഗ കുലവധു കി തര ഗംഭീർ ഓർ സൗഭാഗ്യവതി ദിക്തി ഹെ. പ്രയാഗിന് ശേഷം ഗംഗ ഒഴുകുന്നത് ഒഴുക്ക് കണ്ടാൽ ഒരു കുലവധുവിനെ പോലെ, ഒരു വിവാഹിതയായ ഒരു സ്ത്രീ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ വളരെ ലജ്ജാവതിയായിട്ട് അടക്കവും ഒതുക്കവും വളരെ ഉത്തരവാദിത്ത ബോധത്തോടെ ഒഴുകുന്ന പോലെയാണ് ഗംഗ ഒഴുകുന്നത്. അപ്പോൾ ഒരു നദീനെ ഈ രീതിയിലാണ് പെർസോണിഫൈ ചെയ്തിരിക്കുന്നത്, മാനവീകരണമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ നദി, നമ്മുടെ രാജ്യം നദികളുടെ ഒരു രാജ്യമാണെന്നും ഈ നദികൾ പല സ്ഥലത്തും സംഗമിക്കാറുണ്ടെന്നും ഗംഗ ഓരോ മറ്റ് നദികളായിട്ട് സംഗമിക്കുന്നതിനെ പറ്റി ഇവിടെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. യമുനയായിട്ട് സംഗമിക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീല് കൃഷ്ണനെ ഓർമ്മ വരുന്നു. സരയു ആവുമ്പം ശ്രീരാമചന്ദ്രനെ, ആദർശ പുരുഷനായ ശ്രീരാമചന്ദ്രനെ ഓർമ്മ വരുന്നു. അതിനുശേഷം ഗംഗ യമുനയുടെ ആ ഒരു സംഗമം, പ്രയാഗ്രാജ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും വളരെയധികം ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സംഗമമാണ് ഈ പ്രയാഗ്രാജിൽ. ത്രിവേണി സംഗമം എന്ന് പറയും, ഗംഗ യമുന സരസ്വതി സംഗമിക്കുന്ന ആ സ്ഥലം. പിന്നീട് ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞ ഒരു വിശാലമായ നദിയായിട്ട് തൊട്ടില്ല എന്നും പറഞ്ഞ് പല സ്ഥലത്തു നിന്ന് ഒഴുകി പിന്നീട് ബ്രഹ്മപുത്രയായിട്ട് സംഗമിച്ച് അവിടെ പത്മ എന്ന പേര് വീഴുന്നതും, അങ്ങനെ ഗംഗയുടെ പല ഭാവങ്ങൾ ഇതിൽ വർണ്ണിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം എസ്സേയിലെത്തുമ്പം ഈ ഗംഗ ഇത്രയും മലിനമായിട്ട് കിടക്കുന്നത് കാരണം ഗംഗ തന്നെ വിഷമിക്കുന്ന ഒരു അവസ്ഥയായിട്ടും കാണിക്കുന്നുണ്ട്, വളരെയധികം പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഗംഗ. അപ്പോൾ അതെല്ലാം ഈ സംക്ഷിപ്ത വർണ്ണനിൽ നമുക്ക് വർണ്ണിക്കാവുന്നതാണ്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഋഷികേശ് മുഖർജി കോൻ ഹെ എന്ന ചോദ്യമാണ്. ഈ ഋഷികേശ് മുഖർജിക്ക് സാത്ത് ഢായി ദിൻ എന്നത് മനോഹർ ശ്യാം ജോഷി എഴുതിയ ഒരു സംസ്മരണമാണ്, ഒരു ഓർമ്മക്കുറിപ്പാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് കൃത്യമായിട്ടറിയാം, ഋഷികേശ് മുഖർജി ഹിന്ദിയിലെ ഒരു വലിയ ഡയറക്ടറായിരുന്നു, ഒരു മാസ്റ്റർ സ്റ്റോറി ടെല്ലറായിരുന്നു. 42ൽ കൂടുതൽ സിനിമകൾ, ഹിന്ദി സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, അതും ഭയങ്കര ഹിറ്റ് സിനിമകളാണ്. അതായിരുന്നു ഋഷികേശ് മുഖർജി. പാർട്ട് ബിയിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ 17th ക്വസ്റ്റ്യൻ, ഋഷികേശ് മുഖർജി കെ സാത്ത് ബിതായ ഗയ സമയ കോ ലേഖക് कैसे യാദ് करते हैं. നമുക്കറിയാം, ഋഷികേശ് മുഖർജി കെ സാത്ത് ഈ ലേഖക് 2.5 ദിവസമാണ് സ്പെൻഡ് ചെയ്തത്. ആ സംസ്മരണൻ്റെ ടൈറ്റിൽ തന്നെ അതാണ്, ഋഷികേശ് മുഖർജി കെ സാത്ത് ഢായി ദിൻ. അപ്പോൾ ആ 2.5 ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചതും അദ്ദേഹത്തിൻ്റെ സ്വഭാവ വിശേഷതകളും എല്ലാം മനോഹർ ശ്യാം ജോഷി ഈ ഓർമ്മക്കുറിപ്പിൽ വരച്ചു കാട്ടിയിട്ടുണ്ട്. എങ്ങനെ ഋഷികേശ് മുഖർജി ഒരു ഫിലിം ഡയറക്ടർ എന്ന നിലയ്ക്ക് വളരെ ബിസി പേഴ്സണായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഫിലിം യൂണിറ്റിലെ പലരും വന്നും പോയി, വീട്ടിലൊരു പ്രൈവസി ഇല്ല, എന്നുവെച്ചാൽ ഒരു കുടുംബാംഗങ്ങളെ പോലെ തന്നെ അദ്ദേഹം അവരെ കാണുകയും ചെയ്തിരുന്നു. പിന്നീട് വളരെ പെർഫെക്ഷനിസ്റ്റായ ഋഷികേശ് മുഖർജി ഒരു കാര്യം, ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു സീൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ പിന്നെ പ്രൊഡ്യൂസേഴ്സുമായിട്ട് വഴക്കിടുന്ന ഋഷികേശ് മുഖർജി. അതുപോലെ ചെസ് പ്ലെയർ ആയിരുന്നു, വളരെ ടാലൻറ്റഡ് ചെസ് പ്ലെയർ ആയിരുന്നു. പിന്നീട് എടുത്തു പറയേണ്ട കാര്യം, രോഗിയായിരുന്നു. പക്ഷേ ഒരേ സമയത്ത് 4-5 സിനിമകൾ ഒരുമിച്ച് ഡയറക്റ്റ് ചെയ്യുമായിരുന്നു. ആ രോഗത്തിൻ്റെ കാഠിന്യം മൂർച്ഛിക്കുമ്പോൾ അദ്ദേഹം അല്പം റെസ്റ്റ് ചെയ്യുമായിരുന്നു, പിന്നെയും സിനിമയിലേക്ക് അങ്ങ് ഇറങ്ങിത്തിരിക്കുമായിരുന്നു. വളരെ പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഋഷികേശ് മുഖർജിക്ക് സാത്ത് ബിതായ ഗയ സമയ को लेखक मतलब यहाँ മനോഹർ ശ്യാം ജോഷി वो कैसे याद करते हैं എന്ന് പറയുമ്പം ഇതൊക്കെ തന്നെയാണ് എഴുതേണ്ടത്. പാർട്ട് സിയിൽ നോക്കുകയാണെങ്കിൽ ഋഷികേശ് മുഖർജി ചാപ്റ്ററിൽ നിന്നൊരു ക്വസ്റ്റ്യൻസും ഇല്ല. മറ്റേ എക്സാമിന് വരാം കേട്ടോ, യൂണിവേഴ്സിറ്റി എക്സാമിന് വരാം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പം ആസ് സച്ച് ഇല്ലെന്നേ ഉള്ളൂ. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ചാപ്റ്റർ പാർട്ട് എ
थर्ड क्वेश्चन, बिगड़ैल बच्चे में समाज की किस विसंगति की ओर इशारा है? ബിഗ്ഡേൽ ബച്ചെ, ആ ഒരു പേര് നമുക്കറിയാമല്ലോ. ഈ കുരുത്തക്കെട്ട കുട്ടികൾ ആ ഒരു സെൻസിൽ വരും. അല്ലെങ്കിൽ വളർത്തു ദോഷമുള്ള കുട്ടികൾ. അത് സമാജ് കി കിസ് വിസംഗതി കി ഓർ ഇഷാര ഹെ. സമൂഹത്തിലെ എന്തൊരു ഒരു സമൂഹത്തിലെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു അത്ര നല്ലതല്ലാത്ത ആറ്റിറ്റ്യൂഡിനാണ് വിസംഗതി എന്ന് പറയുന്നത്. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ഇവിടെ ചോദ്യം. അപ്പോൾ ആ സ്റ്റോറി നമുക്ക് 2-3 കാര്യങ്ങളാണ് സമൂഹത്തിലെ ആറ്റിറ്റ്യൂഡിനെ പറ്റി പറയുന്നത്. ഒന്ന്, ആ റൈറ്റർ, ആ എഴുത്തുകാരി, ആ ട്രെയിൻ യാത്ര, ഇതൊരു ഡൽഹിയിൽ നിന്ന് ജയ്പൂരിലേക്കൊരു ട്രെയിൻ യാത്രയിൽ നടക്കുന്ന സംഭവമാണ് ആ കഥ. അപ്പോൾ അതിൽ ഹിന്ദു റിലീജിയനിൽപ്പെട്ട ലേഡി റൈറ്ററും പിന്നീട് അവരുടെ ഓപ്പോസിറ്റിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട 3 ചെറുപ്പക്കാർ. ഈ ട്രെയിൻ യാത്രയിൽ ഈ ഹിന്ദു ലേഡിയുടെ മനസ്സിൽ ഇവരെ പറ്റി ഒരു ധാരണ, ഈ ഇന്ന മതത്തിൽപ്പെട്ട ആൾക്കാർ, കുട്ടികൾ ഇച്ചിരി ഓവർ ഫ്രീഡം അനുഭവിക്കുന്നു, ഇച്ചിരി ഓവർ ഫ്രീഡമാണ് ലൈഫിൽ എടുക്കുന്നത്. ഡ്രസ്സിങ്ങിലായാലും അവരുടെ പെരുമാറ്റത്തിലായാലും ഒരു കൾച്ചറിലൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അവരുടെ മനസ്സിലൊരു പ്രജുഡിസ്ഡായിട്ട് ചിന്തിക്കുന്നു. പ്രജുഡിസ് എന്ന് പറയുമ്പം മുൻധാരണയോടുകൂടി, ഇവരൊക്കെ ഇങ്ങനെ ഉള്ളൂ, ഇവർക്ക് ഈ ചെറുപ്പക്കാർക്കൊന്നും ലൈഫിൽ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഇല്ല. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കൂടെ ഉള്ളൊരു ഡോക്ടറും വൈഫും, അവരും ഹിന്ദുസായിരുന്നു. പക്ഷേ പിന്നീട് ഒരു ആപത്ത് വരുമ്പം ഈ ക്രിസ്ത്യൻ കുട്ടികളാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഒരു മുസ്ലിം റെയിൽവേയിലെ ഒരു സ്റ്റേഷൻ മാസ്റ്ററാണ് അവർക്ക് ഭക്ഷണം, ഒരു പരിചയമില്ലാത്ത ആൾ ഭക്ഷണമെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഇത് സമാജ് കി ഏക് വിസംഗതി കി ഓർ ഇഷാര കർത്താ ഹെ. നമ്മളൊരു പർട്ടിക്കുലർ മതത്തിൽപ്പെട്ടവരാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പറ്റി ഒരു ധാരണ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഫോം ചെയ്യും. ഇവരിങ്ങനെയാണ്, ഇവരിത്രയൊക്കെയാണ്. അത് ശരിയല്ല എന്നതാണ്. 2 കാര്യങ്ങളുണ്ട്. വേറൊരു വിസംഗതിയും പറയുന്നത്, ആ ലേഖിക പറയുന്നുണ്ട്, നമ്മൾ നമ്മുടെ മക്കളെ വളരെ സ്ട്രിക്റ്റായിട്ട് വളർത്തുന്നു, അവരെ കെട്ടിച്ചു വിടുന്നു, അപ്പം നമ്മുടെ ഉത്തരവാദിത്തം തീർന്നു. നമ്മൾ നമ്മുടെ മക്കളെ വളരെ ഒബീഡിയൻസും പിന്നെ നല്ല സ്ട്രിക്റ്റായിട്ട് വളർത്തിയത് കാരണം നല്ല സ്വഭാവമാണെന്ന് നമ്മൾ ധരിക്കുന്നു. പക്ഷേ എൻ്റെ മകൾ വലുതായി കഴിഞ്ഞപ്പോൾ വിവാഹത്തിന് ശേഷം ഒരു ടോട്ടൽ ഒരു സ്മാർട്ടല്ലാത്തൊരു പെൺകുട്ടിയായിട്ട് മാറി. ലൈഫിൽ അവൾ ഹാപ്പിയല്ല. പക്ഷേ ഈ എൻ്റെ ട്രെയിനിൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പെൺകുട്ടി എത്രയോ ഹാപ്പിയാണ് എൻ്റെ മോളെക്കാളും. കാരണം അവൾ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പം ആ ഒരു വിസംഗതിയും സമാജിലെ വിസംഗതിയും ഇവിടെ കാണിക്കുന്നുണ്ട്. ഏത് വേണേലും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. പാർട്ട് ബിയിൽ ബിഗ്ഡേൽ ബച്ചയുടെ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ കാണുന്നില്ല. പാർട്ട് സിയിലും ബിഗ്ഡേൽ ബച്ചയുടെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. എക്സാമിന് ചിലപ്പം വരാം. ഓക്കെ, വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ 4, रसिया के रचयिता कौन है और वह किस विधा की रचना है? റസിയ എഴുതിയത് ആരാണ് രചയിത? റസിയ എഴുതിയത് രാം ഋഷഭ് ബേനിപുരിയാണ്. और वह किस विधा की रचना है? അതൊരു രേഖാചിത്രമാണ്. രേഖാചിത്രം എന്ന് പറയുമ്പം ശബ്ദചിത്രം, വാക്കുകൾ കൊണ്ട് മനോഹരമായിട്ട് ചിത്രം വരയ്ക്കുന്നതാണ് രേഖാചിത്രം. അപ്പോൾ അതാണ് റസിയ കി രചയിത. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 11th वन, रसिया कौन है? रसिया कौन है? एक चुड़ीहारिन की बेटी है रसिया. सिंपलाയിട്ട് പറഞ്ഞാൽ रसिया एक चुड़ीहारिन की बेटी है जो अपनी माँ के साथ चूड़ी बेचने आती थी और बाद में वो खुद चूड़ी बेचना शुरू कर देती है. ഇത്രയും മതി റസിയ കോൻ ഹെ എന്നുള്ളത്. പാർട്ട് ബിയിൽ ക്വസ്റ്റ്യൻ 22, റസിയ കാ ബുഢാപ്പ. അപ്പോൾ അതൊരു വണ്ടർഫുൾ ക്വസ്റ്റ്യനാണ്, ഒരു പ്രത്യേക തരത്തിലൊരു ക്വസ്റ്റ്യനാണ്. റസിയ കാ ബുഢാപ്പ. അപ്പം നമ്മൾ ഇതിൽ ചാപ്റ്ററിൽ റസിയ കാ ബുഢാപ്പ, ആ ഹോൾ ചാപ്റ്ററിൽ ലാസ്റ്റ് പാരഗ്രാഫിലാണ് അത് എടുത്ത് പറയുന്നത്. ഈ റൈറ്റർ വർഷങ്ങൾക്ക് ശേഷം റസിയയുടെ ഗ്രാമത്തിൽ ചെല്ലുമ്പം റസിയയെ കണ്ടുമുട്ടുന്നു. അവിടെ റസിയ എങ്ങനെയായിരുന്നു? ദുബ്ലി പത്ലി രൂഖി സൂഖി, ആകെ മെലിഞ്ഞ്, ആകെ ഒരു കോലക്കെട്ട്, ആകെ കോലം കെട്ട് മെലിഞ്ഞ ഒരു കോലത്തിലായിരുന്നു. और പിന്നീട് എന്താണ്? ഉസ്കെ ചെഹ്റേക്കോ ഝുർരിയോനെ മക്കഡ്ജാൽ ബനാ റഖാ ഥാ. അവിടെ ഫേസിൽ റിങ്കിൾസ് കാരണം ചെലന്തി വല പോലെ, മക്കഡ്ജാൽ സ്പൈഡർ വെബ് പോലെ തോന്നിയിരുന്നു. പിന്നീട് എന്താണ്? ഉസ്കി ആഖേ കോട്ടറോമേ ഢസ് ഗയി ഥി. കണ്ണുകളൊക്കെ ആണെങ്കിൽ അങ്ങ് കുഴിയിലേക്ക് അങ്ങ് തള്ളപ്പെട്ട പോലെ തോന്നും. അപ്പോൾ ഇത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു റസിയ. അപ്പോൾ എഴുത്തുകാരൻ ബാല്യകാലത്തിൽ കണ്ട റസിയ അല്ല പിന്നീട് ബുഢാപ്പയമേ കാണുന്ന റസിയ.
അപ്പോൾ അതാണ് റസിയ കാ ബുഢാപ്പ. അപ്പം പാർട്ട് ബിയിൽ ഉള്ള ക്വസ്റ്റ്യൻ ആയത് കാരണം 5 മാർക്സ് ക്വസ്റ്റ്യൻ ആയത് കാരണം അല്പം വിശാലമായിട്ട് തന്നെ എഴുതേണ്ടി വരും. ഈ ബുഢാപ്പയിൽ ഈ രൂപത്തിൽ പോലും ലേഖകനെ കണ്ടപ്പോൾ എന്താണ്, ഉസ്കെ ചെഹരെ സെ ഏക് ക്ഷൺ കെ ലിയെ ഝുർരിയാ ചലി ഗയി, ഒരു നിമിഷത്തേക്കിന് അവിടെ ഫേസിൽ നിന്ന് ആ റിങ്കിൾസ് ഒക്കെ പോയി. പിന്നെന്താണ് സംഭവിക്കുന്നത്, ബിജ്ലി കെ ബൾബ് കി തര ഉസ്കി ആഖേ ചമക്കുട്ടി, അവിടെ കണ്ണുകൾ അങ്ങ് കുഴിയിലേക്ക് അങ്ങ് തള്ളപ്പെട്ട പോലെ ആയിരുന്നു. പക്ഷേ എന്നെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ ബൾബ് പോലെ തിളങ്ങി. വഹി നീലി ആഖേ, പണ്ടത്തെ അതേ നീല കണ്ണുകൾ. പിന്നീട് അവിടെ മുടിയെപ്പറ്റി പറയുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് തൂങ്ങിക്കിടക്കുന്ന കുറച്ച് മുടികളുണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ട്. അത് പക്ഷേ വെളുത്ത മുടിയായെന്നേ ഉള്ളൂ, നരച്ചെന്നേ ഉള്ളൂ. അതാണ് റസിയ കാ ബുഢാപ്പ. 23rd ക്വസ്റ്റ്യൻ, രേഖാചിത്ര കി വിശേഷതായ്. അപ്പം നോക്കൂ, ഈ ഏത് വിധയാണ് ചോദിക്കുന്നത് മാത്രമല്ല രേഖാചിത്രൻ്റെ വിശേഷത എന്താണെന്നും ചോദിക്കുന്നുണ്ട്. ഈ ടെക്സ്റ്റിൻ്റെ ഏറ്റവും ആദ്യം ചാപ്റ്റേഴ്സൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഈ വിധകളെ പറ്റിയെല്ലാം വിശാലമായിട്ട് പറയുന്നുണ്ട്. അതിൽ നിങ്ങൾ വേണ്ടത് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ എക്സാം അടുക്കാറാവുമ്പം അല്പം എളുപ്പമായിരിക്കും. അതിൽ രേഖാചിത്ര പറയുന്നുണ്ട്. അംഗ്രേജി കെ സ്കെച്ച് ശബ്ദ കാ പര്യായ ഹെ രേഖാചിത്ര. എന്തുവാണ് രേഖാചിത്ര? കിസി വ്യക്തി, വസ്തു, घटना या भाव का कम से कम शब्दों में മർമ്മസ്പർശി ഭാവപൂർണ്ണ എവം സജീവ് അങ്കൻ ഹെ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഘടന, ഒരു ഇൻസിഡൻറ്റ്, യാ ഭാവ് കാ കം സെ കം ശബ്ദോ മേ മർമ്മസ്പർശി ഭാവപൂർണ്ണ എവം സജീവ് അങ്കൻ, വളരെ മർമ്മസ്പർശിയായിട്ട് വളരെ ടച്ചിങ് ആയിട്ട് വർണ്ണിക്കുന്നതാണ്, ഭാവപൂർണ്ണ വർണ്ണനയാണ് രേഖാചിത്ര. അപ്പോൾ ഇതുപോലെ തന്നെ രേഖാചിത്രം എന്തുവാണെന്നും വ്യംഗ്യം എന്തുവാണെന്നും സംസ്മരണം എന്തുവാണെന്നും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ടെക്സ്റ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ. അതൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. പാർട്ട് സി ക്വസ്റ്റ്യൻ 24, റസിയ കി കഹാനി. 24th ക്വസ്റ്റ്യൻ പാർട്ട് സി, റസിയ കി കഹാനി. 10 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. റസിയ കി കഹാനി എന്ന് പറയുമ്പോൾ ആ ഹോൾ രേഖാചിത്രത്തിൽ റസിയയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് വളരെ വിശാലമായിട്ട് എഴുതാം. റസിയ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ वो अपने माँ के साथ, उसकी माँ चुड़ीहारिन थी, वो अपने माँ के साथ चूड़ियाँ बेचने आती थी, एक माँ की एक छाया बनकर आती थी, और उसकी സുന്ദരത അത് തീർച്ചയായിട്ടും വർണ്ണിക്കണം. ബ്ലൂ കണ്ണുകൾ, മുടി ഫ്രണ്ടിലോട്ടിരിക്കുന്ന, പിന്നെ നല്ല തെളിഞ്ഞ നിറം. അതിനുശേഷം वो खुद चूड़ियाँ बेचने आती है. അപ്പോൾ എല്ലാവരും ഗ്രാമത്തിലെ പുരുഷന്മാരും സ്ത്രീകളും എല്ലാം റസിയയുടെ ഈ ഒരു കാഴ്ച, ഒരു രൂപം കണ്ട് ആസ്വദിക്കാൻ വേണ്ടി ഒത്തുകൂടും. റസിയയുടെ കയ്യിൽ നിന്ന് വളയിടാൻ എല്ലാവർക്കും വളരെ ആഗ്രഹമാണ്. അതിനുശേഷം ഹസൻ എന്ന ഒരു പയ്യൻ റസിയയുടെ പുറകെ നടക്കുകയും റസിയെ വിവാഹം കഴിക്കുകയും പിന്നീട് റസിയയുടെ ഒരു ഷാഡോ പോലെ എല്ലായിടത്തും റസിയയുടെ ഒപ്പം വരുന്ന ഒരു ഹസൻ. അതിനുശേഷം റസിയ ബൂഢിയോഗയി, പ്രായമായി, രോഗിയായി, കിടപ്പായി, മക്കളായി, കൊച്ചുമക്കളായി, അങ്ങനെ ആ കാര്യങ്ങളെല്ലാം റസിയയുടെ സ്റ്റോറി മുഴുവനായിട്ട് പറയാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5th വൺ, സ്ത്രീ കോ ത്വച ക്യോं കഹാ ഗയാ ഹെ. സുധീഷ് പച്ചോരിജിയുടെ ഒരു ലേഖാണ്, വ്യംഗ്യലേഖാണ് സ്ത്രീ കോ ത്വച കഹന. സ്ത്രീ വെറും ഒരു തൊലിപ്പുറത്തെ സൗന്ദര്യം മാത്രമായിട്ട് റെഡ്യൂസ് ആയിരിക്കുന്നു സ്ത്രീക്ക് വേറെ ഒരു വ്യക്തിത്വവും ഇല്ല പോലും. നമുക്ക് കണ്ടാൽ തോന്നും എല്ലാ പരസ്യങ്ങളിൽ സ്ത്രീ വെളുത്തിരിക്കണം, ഭംഗിയുള്ളവളായിരിക്കണം, ഫ്രഷ് ആയിട്ടിരിക്കണം. ഇത് കാണുമ്പോൾ സ്ത്രീക്ക് വേറെ ഒരു ഗുണവും ഇല്ലാത്ത ഒരു അവസ്ഥ പോലെ നമുക്ക് തോന്നും. അതാണ് ഈ റൈറ്റർ ഇതിൽ പറയുന്നത്. സ്ത്രീ കോ ത്വച ക്യോं കഹാ ഗയാ ഹെ. वो कहते हैं हर तरफ त्वचा को गोरा बनाने का दावा करने वाले विज्ञापनों की भरमार है. എങ്ങനെയെങ്കിലും സ്കിന്നിനെ വെളുപ്പിക്കാൻ ഉള്ള ഒരു പരസ്യമാണ്. കഹി ക്രീം, കഹി ലോഷൻ, കഹി സാബുൻ, TV, पत्र पत्रिका, विज्ञापन, सभी जगह त्वचा को गोरा बनाने के विज्ञापन नजर आते हैं. इसीलिए लेखक को लगता है कि क्या स्त्री केवल एक त्वचा है. अदाना आंसर. 12th क्वेश्चन, असूर्यम पश्य से क्या तात्पर्य है. असूर्यम पश्य मीन्स जिस नारी को सूर्य की किरणों ने भी स्पर्श नहीं किया हो. സൂര്യൻ്റെ കിരണങ്ങൾ പോലും സ്പർശിക്കാത്ത സ്ത്രീ എന്നുവെച്ചാൽ അത്രയ്ക്ക് ചില പണ്ടത്തെ റാണിമാരെ പറ്റി പറയാം. ചില രാജാക്കന്മാർ
തൻ്റെ റാണിമാരെ ആരുടെയും മുമ്പിൽ അവരുടെ മുഖം കാണിക്കാൻ സമ്മതിക്കത്തില്ല. വളരെ സ്ട്രിക്റ്റായിട്ട് കീപ്പ് ചെയ്യുന്ന സ്ത്രീകളെ ഇങ്ങനെ പറയും അസൂര്യം പശ്യ. മത്ലബ് കി അത് അതിശോക്തിയായിട്ട് പറയുന്നതാണ്. സൂര്യൻ്റെ കിരണങ്ങൾ പോലും ആ നാരിയെ സ്പർശിക്കാത്ത സൂര്യൻ്റെ കിരണങ്ങൾ പോലും സ്പർശിക്കാത്ത നാരി, സ്ത്രീ, അതാണ് പറയുന്നത്. पार्ट बी क्वेश्चन 16 सौंदर्य की वस्तु के रूप में स्त्री का इस्तेमाल किए जाने की ओर लेखक कैसे व्यंग्य करते हैं. സൗന്ദര്യ की वस्तु के रूप में स्त्री का इस्तेमाल, സ്ത്രീയെ വെറും ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരു പരസ്യ ചരക്കായിട്ട് കാണുന്നതിനെയാണ് ലേഖക് കളിയാക്കുന്നത്. അതിനെപ്പറ്റി വിശാലമായിട്ട് പറയുന്നുണ്ട്. वे कहते हैं कि बाजार ने एक देहवादी विमर्श खड़ा कर दिया है. स्त्री त्वचा या देह से आगे कोई अस्तित्व या गरिमा रखती ही नहीं. बाजार इसे मानने को तैयार ही नहीं है. ഇതെല്ലാം ഒരു പുതിയ ഒരു ബ്രീഡ് ഓഫ് സ്ത്രീകളെ ക്രിയേറ്റ് ചെയ്യാണ്. അത് സ്ത്രീക്ക് ഈവൻ പെയിൻറ്റിൻ്റെയും റബ്ബർ ടയറിൻ്റെയും ഒക്കെ പരസ്യത്തിൽ സ്ത്രീകളുടെ ആവശ്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്നുവെച്ചാൽ എവിടെയും സ്ത്രീ ഒരു സൗന്ദര്യ വസ്തു എന്ന രൂപത്തിൽ സ്ത്രീനെ യൂസ് ചെയ്യപ്പെടുന്നു. അതാണ് വളരെ വ്യംഗ്യാത്മകമായിട്ട് സുധീഷ് പച്ചോരി ഇവിടെ വരച്ച് കാട്ടിയിരിക്കുന്നത്. സുധീഷ് പച്ചോരി വളരെ ഒരു ഫേമസ് ആലോചകനാണ് കേട്ടോ, ക്രിട്ടിക്കാണ്. ഹിന്ദി ഇപ്പോഴത്തെ ജീവിച്ചിരിക്കുന്ന റൈറ്റേഴ്സിൽ വളരെ ശക്തമായിട്ട് എഴുതുന്ന ഒരു വ്യക്തിയാണ് സുധീഷ് പച്ചോരി. അദ്ദേഹം 2 വർഷം മുമ്പ് ഇവിടെ നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ എടുത്തിരുന്നു. അത് ചാനലിൽ അപ്ലോഡഡ് ആണ്. റിസർച്ച് ഓറിയൻറ്റഡ് ഒരു ഇൻ്റർവ്യൂ ആണ്. അത് സമയം കിട്ടുന്നൊരു താല്പര്യമുള്ളവർ അത് കാണുക. ലിങ്ക് ചാനലിൽ തന്നെ ഉണ്ട്. സുധീഷ് പച്ചോരി ഓൺ റിസർച്ച് സെനാരിയോ എന്നും പറഞ്ഞ് 2 വീഡിയോസ് ഉണ്ട്. അത് കാണുക. വളരെ കാതലായിട്ട് എഴുതുന്ന ഒരു ലേഖകനാണ് സുധീഷ് പച്ചോരി. नेक्स्ट विल मूव ऑन टू 6th क्वेश्चन. ഡോമിൻ കാക്കി की मुख्य समस्या क्या है. ഈ ഡോമിൻ കാക്കി ഒരു ലഘു കഥയാണ്. അതെന്തിനെ ആസ്പദമാക്കിയാണ്? വളരെ ചെറിയൊരു കഥയാണ്, ചെറിയൊരു ഇൻസിഡൻ്റാണ്. ചിത്ര മുദ്ഗളിൻ്റെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻ്റാണ്. ഈ അൺടച്ചബിലിറ്റിയാണ് ഇതിലെടുത്ത് കാണിക്കുന്നത്. ഡോം ജാതിയിൽപ്പെട്ട ആൾക്കാരോടുള്ള ഒരു ഡോം ജാതി മാത്രമല്ല, മറ്റ് എല്ലാ താഴ്ന്ന ജാതിക്കാരോടും കാണിക്കുന്ന ഒരു സവർണർ കാണിക്കുന്ന ഒരു അൺടച്ചബിലിറ്റിയെ ബേസ് ചെയ്താണ്. അപ്പോൾ ഇതിൻ്റെ മുഖ്യ സമസ്യ ജാതിവാദ് കി സമസ്യ ഹെ. സെക്കൻഡ് ക്വസ്റ്റ്യനും അതുപോലെ ചേർന്നിരിക്കുന്നു. പാർട്ട് ബിയിൽ 21st ക്വസ്റ്റ്യൻ ഡോമിൻ കാക്കി മേ അഭിവ്യക്ത ജാതിഗത് ഭേദ്ഭാവ്. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ടൈപ്പാണ്. ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് വരുന്നത് ജാതിഗത് ഭേദ്ഭാവ് എന്തുവാണ് അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാണ്. ഈ ഡോം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഈ ഗംഗയുടെ തീരങ്ങളിലെല്ലാം ഈ ശ്മശാന ഭൂമികളുണ്ട്, ബോഡി കത്തിക്കാൻ. അത് കത്തിക്കുന്ന കൂട്ടരാണ് ഈ ഡോം ജാതിയിൽ പെടുന്നവർ. അപ്പോൾ ഈ സവർണർ ഇവരെ ഡോം രാജാന്ന് വിളിച്ച്, കാരണം സവർണർ ജീവിതകാലം മുഴുവനും ഇവരെ തൊടത്തില്ല. ഇവരോട് വളരെ ഡിസ്ക്രിമിനേഷൻ കാണിക്കും. ഇവരോട് വളരെയധികം ഡിസ്ക്രിമിനേഷൻ കാണിക്കും. പക്ഷേ ഇവരുടെ ബോഡീസൊക്കെ കത്തിക്കണമെങ്കിൽ ഈ ഡോം വേണം. അപ്പോൾ ഈ ഡോം ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി അവരെ ഡോം രാജാന്ന് വിളിക്കും. ആ ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു ഈ ഡോമിൻ കാക്കി. അപ്പോൾ അവർ ഇതിലെ അഭിവ്യക്തി ജാതിഗത് ഭേദ്ഭാവ് എന്താണ്? ഈ 3rd ക്വസ്റ്റ്യനും കൂടെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ഡോമിൻ കാക്കി കി കഹാനി. ഒരു പെൺകുട്ടി ടൗണിൽ നിന്ന് ഗ്രാമത്തിൽ വന്ന് മുത്തശ്ശിയുടെ കൂടെ താമസിക്കുന്നു. അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ വീട്ടിലെല്ലാവരും ഡോമിൻ എന്ന് വിളിക്കുന്നതായിട്ട് ഈ കുട്ടിയും ലൗഡായിട്ട് ഡോമിൻ വന്നു എന്ന് വിളിക്കുന്നു. മുത്തശ്ശിയുടെ ഇന്ന് നല്ലൊരടി കിട്ടുന്നു. എന്തിനാണ് ഡോമിൻ എന്ന് വിളിച്ചതെന്നും പറഞ്ഞ്. ഇത്രയും മുതിർന്ന ഒരു സ്ത്രീയെ ഡോമിൻ കാക്കി എന്നാണ് വിളിക്കേണ്ടത്. അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ ഒരു പാഠം വീണു. ഈ ലേഡിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്, എല്ലാവരും വിളിക്കുന്ന പോലെ വിളിച്ചുകൂടാ. അതുകൊണ്ട് ഇവർ പിന്നീട് ഈ കുട്ടി ഡോമിൻ കാക്കിന്ന് ചേർത്ത് തന്നെ വളരെ ബഹുമാനത്തോടെ വിളിക്കുന്നു. പക്ഷേ ഇതേ ഡോമിൻ കാക്കിക്ക് ഇവർ ജോലിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കുമ്പം ഈ കുട്ടിയുടെ കൊടുത്തു വിടും ഭക്ഷണം. അപ്പോൾ അറിയാതെ അല്പം ധാന്യം താഴെ വീഴുകയും ആ ഒരു ധാന്യം കളക്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു ധാന്യം താഴെയെന്ന് പറക്കിയെടുക്കാൻ ഈ കുട്ടിയും ഹെൽപ്പ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിൽ ഈ ഡോമിൻ കാക്കിയുടെ കൈ അറിയാതെ ഇവർ തമ്മിൽ തൊടുന്നു ഈ കുട്ടീനെ. അത് കണ്ട് ഓടി വന്ന് മുത്തശ്ശി ഒരടി കൊടുക്കുന്നു. എന്തിനാണ് അവളെ തൊട്ടേന്നും പറഞ്ഞ്. അപ്പോൾ 2 അടികൾ ഈ കുട്ടിക്ക് കിട്ടുന്നു.
രണ്ടിൻ്റെ അർത്ഥം ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യത്തെ അടി ഇന്ന ലേഡിയെ റെസ്പെക്റ്റ് ചെയ്യണം, ഡോമിൻ കാക്കിന്ന് വിളിക്കണം, പേര് വിളിച്ചൂടാ എന്ന് പറയുന്നതും രണ്ടാമത്തെ അടി എന്തിനാണ് അവളെ തൊട്ടതെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് ഈ ഒരു വൈചിത്രമായ ഒരു ഒരു തൊട്ടുകൂടായ്മ, അൺടച്ചബിലിറ്റി ഇന്നും നമ്മുടെ ഇന്ത്യൻ സമൂഹം വളരെയധികം ആഘോഷിച്ചു കൊണ്ട് നടക്കുന്ന ഈ ജാതി വ്യവസ്ഥ, അതിനെപ്പറ്റിയാണ് ഈ ഡോമിൻ കാക്കിയിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഈ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ 21, डोमिन काकी में अभिव्यक्त जातिगत भेदभाव. പാർട്ട് സിയിൽ 27 ക്വസ്റ്റ്യൻ ഡോമിൻ കാക്കി की कहानी. അപ്പോൾ ഈ ഡോമിൻ കാക്കി की കഹാനിയൊക്കെ വളരെ വിശാലമായിട്ട് 10 മാർക്സ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഈ ടെക്സ്റ്റിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഓരോ ചാപ്റ്ററിൻ്റെയും ഫ്രണ്ടിൽ പാഠ് രചന അല്ലെങ്കിൽ പാഠ് പരിചയ അല്ലെങ്കിൽ പാഠ് സാർ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഒറ്റ കാര്യം വായിച്ചാൽ മതി, നിങ്ങൾക്ക് പിന്നെ വേറെ നോട്ട്സിൻ്റെ ആവശ്യം വരത്തില്ല. ആ ചാപ്റ്ററിലുള്ള കാതലായ കാര്യങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട്. പാഠ് പരിചയം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പാഠ് സാർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാ ചാപ്റ്റേഴ്സിനെ ഒന്ന് വായിച്ചു നോക്കുന്നത് വളരെ നന്നായിരിക്കും. പാർട്ട് എ 7th ക്വസ്റ്റ്യൻ, മായ്തി ബാസാർ की विशेषता क्या है. ഇത് ഏത് ചാപ്റ്ററിൽ നിന്നാണ്? ചേരാപുഞ്ചി സെ ആയാ ഹൂം എന്ന യാത്രാ വിവരണിൽ നിന്നാണ്. പ്രദീപ് പന്ത് എഴുതിയതാണ്. അവിടെ മായ്തി ബാസാറിനെ പറ്റി പറയുന്നുണ്ട്. മായ്തി ബാസാറിൻ്റെ പ്രത്യേകത എന്താണ്? മായ്തി ബാസാർ യാനി മാ കാ ബാസാർ, അങ്ങനെയാണ് അത് അറിയപ്പെടുന്നത്. അതെന്താണ്? സ്ത്രീയോ കാ ബാസാർ ഹെ, പൂരാ കാ പൂരാ ബാസാർ സ്ത്രീയാ ചലാത്തി ഹെ. നമ്മൾ വളരെ വിശദമായിട്ട് പിക്ചേഴ്സ് സഹിതം വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അവിടെ സ്ത്രീകൾ ഈ ഒരു മാർക്കറ്റിൽ വരാൻ വളരെ ഇഷ്ടപ്പെടുന്നു. സമൂഹത്തിൽ നിലയും വിലയുമുള്ള സ്ത്രീകൾ പോലും അവർക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ കൂടി അവർക്ക് ഇവിടെ വരുന്നത് അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്, അവരുടെ ഒരു സ്പേസാണ് ഈ മായ്തി ബാസാർ. അപ്പോൾ മണിപ്പൂരിലെ സ്ത്രീകൾ ഇവിടെ വരികയും എല്ലാ വിൽപ്പനക്കാരും സ്ത്രീകളാണ് ഇവിടെ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിനെയാണ് ഇതിനെ മാ കാ ബാസാർ അല്ലെങ്കിൽ മായ്തി ബാസാർ എന്ന് വിളിക്കുന്നത്. 10th ക്വസ്റ്റ്യൻ, ചേരാപുഞ്ചി की विशेषता क्या है. ചേരാപുഞ്ചി की विशेषता क्या है. ചേരാപുഞ്ചി വേൾഡ്സ് വെറ്റസ്റ്റ് ഏരിയ ആയിരുന്നു കുറേ നാളത്തേക്കിന്. അപ്പോൾ അവിടെ വഹാ ഹമേശ ബാരിഷ് ഹോത്തി ഹെ, ബീച്ച് ബീച്ച് में धूप भी आती है और वहाँ प्रकृति सौंदर्य अपनी अनुपम और वहाँ प्रकृति का सौंदर्य काफ़ी अनुपम है. വളരെ മനോഹരമായ പ്രാകൃതിക സൗന്ദര്യമാണ് ഈ ഒരു ചേരാപുഞ്ചിയിൽ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15th ക്വസ്റ്റ്യൻ, പ്രദീപ് പന്ത് की മുഖ്യ രചനായ്. അപ്പം നോക്കി, ഇതൊരു സൂചനയായിട്ട് എടുത്താൽ എല്ലാ റൈറ്റേഴ്സിൻ്റെയും മുഖ്യ രചന കുറച്ചെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം പ്രദീപ് പന്ത് की മുഖ്യ രചനയിൽ ഇവിടെ കഹാനി സംഗ്രഹം പറയുന്നുണ്ട്. കുത്തേ കി മോത്ത്, ആം ആദ്മി കാ ശവ്, പിന്നെ ഏക് സേ ദൂസരി, പിന്നെ കുറച്ച് വ്യംഗ്യ സംഗ്രഹങ്ങളുടെ പേരുണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് ബി 19th ക്വസ്റ്റ്യൻ, മണിപ്പൂർ की बहू और सास के बीच के मनमुटाव का कारण. മണിപ്പൂർ की बहू, മണിപ്പൂർ ഒരു ഉത്തർപ്രദേശിലെ ഒരു പെൺകുട്ടി ലക്നൌവിൽ നിന്ന് ഇവിടെ ഒരു മണിപ്പൂരിലെ പയ്യനെ കല്യാണം കഴിച്ച് വരുന്ന ഒരു ഇൻസിഡൻ്റ് അവിടെ പറയുന്നുണ്ട്. ആ പെൺകുട്ടി മണിപ്പൂരിൽ വന്നപ്പം കാണുന്ന കാഴ്ച എന്താണ്? സാസ് എന്ന് വെച്ചാൽ അമ്മായിയമ്മ, മദർ ഇൻ ലോ ഈ മായ്തി ബാസാറിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കൊട്ടയൊക്കെ എടുത്ത് അതിൻ്റെ അകത്ത് പച്ചക്കറികളും മറ്റ് സാധനങ്ങളൊക്കെ വിൽക്കാൻ കൊണ്ടുവന്നു. അപ്പോൾ മണിപ്പൂരിൽ വന്ന ആ മരുമകൾക്ക് അത് വളരെ വിചിത്രമായിട്ടും വളരെ ഇൻസൾട്ടിംഗ് ആയിട്ടും തോന്നും. അത് സൂചിപ്പിക്കുകയും അമ്മ അങ്ങനെ കുറച്ച് ദിവസം പോകാതിരിക്കുകയും പിന്നീട് അമ്മയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അമ്മ അങ്ങ് പിന്നെയും മായ്തി ബാസാറിൽ പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് മണിപ്പൂരിലെ പയ്യൻ പറയും, ഇത് ഞങ്ങളുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്, അമ്മയെ തടയരുത്. അപ്പോൾ ഇവർ സാസും ബഹുവും തമ്മിലുള്ള ഒരു തർക്കത്തിന് കാരണം ഈ ഒരു മായ്തി ബാസാറിലെ പോക്കായിരുന്നു. പാർട്ട് സി 26th ക്വസ്റ്റ്യൻ, മായ്തി ബാസാർ സെ ജുടി ലഖ്നൗ की ബഹു की യാദേं. അത് വളരെ ഒരു ബാലിശമായ ചോദ്യമായിപ്പോയി. ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യന് എത്രമാത്രം എഴുതാൻ പറ്റുക? മായ്തി ബാസാർ സെ ജുടി ലഖ്നൗ की ബഹു की യാദേं. ലഖ്നൗ की ബഹു മായ്തി ബാസാറുമായിട്ടുള്ള ലഖ്നൗ की ബഹുവിന് എന്തൊക്കെ ഓർമ്മകളാണ്? വളരെ കുറച്ച് ഓർമ്മയുള്ളൂ അതിൽ. ആക്ച്വലി ഒരു എസ്സേ ആയിട്ട് എഴുതാൻ മാത്രമൊന്നും അതിലില്ല. ഈ നേരത്തെ 19th ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെയാണ് അതിൻ്റെ ആൻസറും.
ഈ മായിത്തി ബസാറിനെ പറ്റി എന്താണ് അവരുടെ ഓർമ്മ? അവരുടെ അമ്മായിയമ്മ അവിടെ ഇങ്ങനെ പോകുന്നതും അവരത് തടയുന്നതും പിന്നീട് അമ്മായിയമ്മ പിന്നെയും പോകുന്നതും അവരുടെ ഹസ്ബൻഡ് അത് പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇത്രയേ ഉള്ളൂ മായിത്തി ബാസാർ സെ ജുഡി ലഖ്നൗ കി ബഹു കി യാദേ. नेक्स्ट നമ്മൾ പാർട്ട് എയിൽ 8th क्वेश्चन सबसे बड़ा आदमी किसकी रचना है और वह किस विधा की रचना है. ഭഗവതി ചരൺ വർമ്മയുടെ 1 ആക്ട് പ്ലേ ആണ്. ഏകാംഗിയാണ് സബ്സെ ബഡ ആദ്മി. കിസ് വിധാ കി രചന ഹെ. വിധ എന്ന് പറയുമ്പോൾ ഏകാംഗി വിധയാണ്, 1 ആക്ട് പ്ലേ ആണ്. 13th क्वेश्चन सबसे बड़ा आदमी में अभिव्यक्त व्यंग्य. ഇതിൽ എന്ത് സെറ്റയറാണ്, എന്ത് വ്യംഗ്യമാണ് എന്ന് വെച്ചാൽ സബ്സെ ബഡ ആദ്മി വഹി ഹെ ജോ ദൂസറോं को ഉള്ളു ബനാത്ത ഹെ, ദൂസറോं को ठग लेता है. മറ്റുള്ളവരെ വാക്കുകളിൽ പൊതിഞ്ഞ് വളരെ മനോഹരമായി ചതിക്കുന്നവനാണ് ഇന്നത്തെ കാലത്ത് സബ്സെ ബഡ ആദ്മി. അതാണ് ഇവിടുത്തെ വ്യംഗ്യം. അല്ലാതെ ഗാന്ധിയിൽ വിശ്വസിക്കുന്ന ഗാന്ധിയനല്ല, മാർക്സിസത്തിൽ വിശ്വസിക്കുന്ന മാർക്സിസ്റ്റ് അല്ല, ഇതൊന്നുമല്ല. അല്ലെങ്കിൽ ഷെല്ലിനെ ആരാധിക്കുന്ന വ്യക്തിയല്ല. സബ്സെ ബഡ ആദ്മി വഹി ഹെ ജോ ദൂസറോं को ठग सकता है, दूसरों को उल्लू बनाकर उनका पैसा हड़प सकता है. അതാണ് അതിൻ്റെ വ്യംഗ്യം. പാർട്ട് ബിയിൽ 18th क्वेश्चन സബ്സെ ബഡ ആദ്മി പാർട്ട് കി മുഖ്യ സമസ്യ. അതിൽ മുഖ്യ സമസ്യ എന്താണ്? സബ്സെ ബഡ ആദ്മിയിലെ മുഖ്യ സമസ്യ ഈ ഓരോ ഇസത്തിൻ്റെ പുറകെ പോകുന്നവർ, അത് ഗാന്ധിസമാകാം, കമ്മ്യൂണിസമാകാം, അല്ലെ ഏതെങ്കിലും ഒരു ഇസത്തിൻ്റെ പുറകെ പോകുന്നവർ അവരവരുടെ ഇസത്തിനെയാണ് അവർ ശ്രേഷ്ഠമായിട്ട് കരുതുന്നത്, മറ്റുള്ളവരെ തള്ളിപ്പറയും. ഇപ്പോൾ മാർക്സിസ്റ്റ് ചിന്താഗതി വിശ്വസിക്കുന്ന വ്യക്തി അത് മാത്രമേ കൊള്ളാവൂ, ബാക്കിയെല്ലാം കൊള്ളൂല എന്ന് പറയുന്നു. ഗാന്ധിവാദിയിൽ വിശ്വസിക്കുന്നവർ ഗാന്ധിയൻ സിദ്ധാന്തം മാത്രമാണ് നല്ലത്, ബാക്കിയുള്ളതും കൊള്ളൂല എന്ന് പറയുന്നു. അതുപോലെ പവറിൽ വിശ്വസിക്കുന്നവർ, ശക്തിയിൽ വിശ്വസിക്കുന്ന നെപ്പോളിയൻ്റെ ആരാധകർ നെപ്പോളിയൻ മാത്രമാണ് ശ്രേഷ്ഠൻ, അല്ലാതെ ഇമാജിനറി വേൾഡിൽ ജീവിക്കുന്ന കവികൾ ശ്രേഷ്ഠരല്ല എന്ന് പറയുന്നു. ഇതാണ് സബ്സെ ബഡ ആദ്മി പാർട്ട് കി മുഖ്യ സമസ്യ. ഇങ്ങനെ ഓരോ ഇസത്തിൽ പെടുന്നവർ തമ്മിൽ വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സെ ബഡ ആദ്മി എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് അങ്ങ് പോവും. പാർട്ട് സിയിൽ സബ്സെ ബഡ ആദ്മീനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ല. അങ്ങനെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒന്നുകൂടെ എടുത്തു പറയേണ്ട കാര്യം, ഈ ടെക്സ്റ്റിൽ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഈ ഓരോ വിധകളെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻസ് നിങ്ങൾ വായിച്ചിരിക്കുക. അതുപോലെ ഓരോ ചാപ്റ്ററിൻ്റെ ഫ്രണ്ടിൽ, ഓരോ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ആ റൈറ്ററിൻ്റെ പ്രമുഖ രചനകൾ 2-3 അണ്ടർലൈൻ ചെയ്ത് വെക്കുക. 2 മാർക്സ് ക്വസ്റ്റ്യൻസിൽ തീർച്ചയായിട്ടും വരും. പിന്നീട് പാർട്ട് സാർ എന്ന് പറഞ്ഞ് വായിക്കുകയാണെങ്കിൽ ആ ഒരു ചാപ്റ്ററിൻ്റെ ഫുൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. നല്ല സെൻറ്റൻസസിലാണ് ഈ ടെക്സ്റ്റിൽ അത് കമ്പൈൽ ചെയ്തിരിക്കുന്നത്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BCom BBA എക്സാമിനേഷൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ യൂണിവേഴ്സിറ്റി സൈറ്റിൽ സിലബസിനോടൊപ്പം അപ്ലോഡ് ചെയ്തിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിനോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ അതല്പം നീണ്ടു പോകുന്നത് കാരണം പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ചാനലിലെ പ്ലേലിസ്റ്റിലേക്ക് പോയി നിങ്ങളുടെ ടെക്സ്റ്റിനെ സംബന്ധിച്ചുള്ള മറ്റ് വീഡിയോസും വിശദമായിട്ട് കാണുക. ഓക്കെ, ബൈ.